നമസ്കാരം. ടി റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീനമാസ ഫലങ്ങളാണ്. അതായത് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള ഫലങ്ങളാണ്. നിങ്ങൾക്ക് ഈ മാസം വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ്. ധനപരമായിട്ട് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാകും. ധനത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും അത് സഫലീകരിക്കപ്പെടും. കാരണം അധിക വരുമാനത്തിനുള്ള സാധ്യതയുണ്ട്. വെറുതെ ഇരിക്കരുത്, ആ സമയം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാർഡ്സ് പറയുന്നത്. അതുപോലെ തന്നെ പ്രണയത്തിലായിരിക്കുന്നവർക്ക് ആ ബന്ധം സഫലീകരിക്കപ്പെടാനും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അത് ഒരു നല്ല സ്മൂത്തായിട്ട് ആ ബന്ധം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഒരു നല്ല തുടക്കമാണ് ജീവിതത്തിന് വരാൻ പോകുന്നത്. സ്റ്റക്കായി നിന്നവർക്കൊക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല മാറ്റങ്ങളുണ്ടാകും. ഇടയ്ക്ക് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ആത്മധൈര്യം കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. എല്ലാം നീങ്ങി നല്ലൊരു മാനസിക നിലയും ഒരു സമാധാനവും സന്തോഷവും വരുന്നതാണ്. നിങ്ങൾക്ക് പഴയ സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങളും പഴയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടി വരികയും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയും സന്തോഷം പങ്കിടുകയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഒരാഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് പണം ഒന്നും ചിലവാക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാസം നിങ്ങൾ നേടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാകും. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ കൊടുക്കും തോറും നിങ്ങളിലേക്ക് ധനം അപകീർത്തിപ്പെട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഒക്കെ ഏറ്റവും നല്ല സമയമാണ്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അഭിവൃദ്ധികരമായിട്ടൊരു സമയം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലഘട്ടം ഏറ്റവും നല്ലതായിട്ടാണ് പറയുന്നത്. പുതിയൊരു തുടക്കവും എല്ലാം കൊണ്ടും ഒരു സംതൃപ്തിയും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാകും. മോശപ്പെട്ട ഒന്നും തന്നെ ഇവിടെ ലഭിച്ചിട്ടില്ല. എല്ലാം നല്ല സൂചനകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടുണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഉൾവലിയുന്ന ഒരു അനുഭവം ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ മനസ്സ് കൂടുതൽ പവർഫുൾ ആകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങൾ. ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ ഈ മാസം കടന്നു പോകുക. മെച്ചപ്പെട്ട അനുഭവങ്ങൾ മാത്രം. ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ ധനപരമായിട്ട് തന്നെയായിരിക്കും. അത് നിങ്ങൾ കൂടുതലായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കാവട്ടെ, സന്തോഷകരമായിട്ടൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.